ഹായ് സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കാം. അതിലെന്തൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നെക്സ്റ്റ് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ വന്നിരിക്കുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ഡിഫൈൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. വാട്ട് ഈസ് കൊള്യൂസീവ് ഒളിഗോപ്പൊളി? വാട്ട് ഈസ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? Fifth question, define market demand curve. Sixth one, what is meant by going rate pricing? Seventh one, state the law of supply. അപ്പോൾ 22 ക്വസ്റ്റ്യൻ പേപ്പറിൽ ലോ ഓഫ് ഡിമാൻഡ് ചോദിച്ചു, ഇവിടെ ലോ ഓഫ് സപ്ലൈ ചോദിച്ചു. വാട്ട് ഈസ് ഗിഫൺ പാരഡോക്സ്? വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ? അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ 22 ചോദിച്ചിട്ടുണ്ട്. ആർക്ക് ഇലാസ്റ്റിസിറ്റി, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഷട്ട് ഡൗൺ പോയിന്റ്, ഇതും ചോദിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, അപ്പോൾ ഡിഫൈൻ മാനേജീരിയൽ എക്കണോമിക്സ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സ്കോപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ സ്കിമ്മിങ് പ്രൈസ് പോളിസി, അപ്പോൾ പ്രൈസിങ് പോളിസിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഷുവറാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓട്ടോണമസ് ഡിമാൻഡ് ആൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ്, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റുകളും ഇവിടെ നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഡിഫൈൻ ബിസിനസ് സൈക്കിൾ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ അവിടെയും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ബിസിനസ് സൈക്കിൾ? എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ അനലൈസിങ് ഡിമാൻഡ്? ഇതേപോലൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെ, ഇലാസ്റ്റിസിറ്റി എന്താണ് ഈ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് വീണ്ടും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് പെനിട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി? പെനിട്രേഷനും സ്കിമ്മിങ്ങും. അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസസ് എ ഫേം ഷാൽ അഡോപ്റ്റ് ദി സ്ട്രാറ്റജി? ഏത് സാഹചര്യത്തിലാണ് ഒരു ഫേമിന് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? How does the equilibrium of a firm under perfect competition differ from that of monopolistic competition? Monopolistic competition നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫേമിന് എങ്ങനെയാണ് ഇക്വിലിബ്രിയം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കൊണ്ടുവരാൻ പറ്റുക? What are the various exceptions to the law of demand? അപ്പോൾ law of demand ഇവിടെ ഈ തരത്തിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 22nd, define price leadership. What are the different types of price leadership? എന്താണ് പ്രൈസ് ലീഡർഷിപ്പ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് ചോദിക്കേണ്ട. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന, ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിലത്തെ ഒരു 2-3-4 ക്വസ്റ്റ്യൻസും അവിടെ റിപ്പീറ്റ് ആണ്. ഇനി എസ്സേ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ മൊണോപ്പൊളി? എന്തിനാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്? ഇലസ്ട്രേറ്റ് ഡയഗ്രമാറ്റിക്കലി ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ മൊണോപ്പൊളി ഫേം. മൊണോപ്പൊളി ഫേമിൻ്റെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഒരു ഗ്രാഫ് അവിടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിക്ചർ. ഡിഫൈൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യനായി ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടുകൂടി കാണിക്കാൻ പറയുന്നത്. 26th ക്വസ്റ്റ്യനിൽ ഡിഫൈൻ മാനേജീരിയൽ എക്കണോമിക്സ്, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന് വന്നിട്ടുണ്ട്, എസ്സേയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ ചോദിച്ചാൽ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻ ദ ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിലും ലോങ് റണ്ണും ഷോർട്ട് റണ്ണും കോസ്റ്റിൻ്റെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്ലിയർ ആയിരിക്കുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ റിപ്പീറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.